അനന്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെലുവിൻ്റെ കാര്യം എനിക്ക് പാൽ കൊടുക്കാൻ മാത്രം നോക്കിയാൽ മതി. കാരണം അല്ലാത്തപ്പോഴെല്ലാം അനന്തുൻ്റെ തന്നെയാണ് കുഞ്ഞുള്ളത്. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവളെ നേരെ ഒരുക്കിയിട്ട് അനന്തുൻ്റെ ഉറക്കാൻ കൊടുത്തതാണ്. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അച്ഛനും മോളും നല്ല ഉറക്കമാണ്, സുഖമായിട്ട്. ആ പണി കഴിഞ്ഞ് നോക്കിയപ്പം അഞ്ചും ഒരു പണിയില്ലാതെ വീട്ടിൻ്റെ വെളിയിൽ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ്. വീടിൻ്റെ ഉമ്മറത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ശംഖുപുഷ്പ ചെടിയുണ്ട്. ആ ചെടിയിൽ നോക്കിയപ്പോൾ നല്ല കുഞ്ഞു കിളികളാണ്. അത് രണ്ടും കൂട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ വലിയ രീതിയിൽ ശല്യം ചെയ്യാതെ രാവിലത്തെ പണിയായ ഞങ്ങൾ തുണി കഴുകൽ ഞാനങ്ങ് ഒതുക്കി കഴിഞ്ഞു. അനന്തുവിൻ്റെ യൂണിഫോം അല്ലാതെ അല്ലറ ചില്ലറ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞ് പെരയ്ക്കകമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ച് നേരെ പെരയ്ക്കകം തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കും അനന്തുവിനും പുറത്തോട്ടൊന്നും ഉലാത്താൻ പോകാമെന്നൊരു പ്ലാനുണ്ട് മനസ്സിൽ. അങ്ങനെ പെരയ്ക്കകം എല്ലാം തൂത്തുവാരി. ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വല്ലതും വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ പരിപാടിയെല്ലാം ഒരുവിധം ഒരുക്കിയിട്ട് ഡെലുവിന് ഫീഡ് ചെയ്തിട്ട് അമ്മയുടെയും ഡെലുവിനെ കൊടുത്തിട്ട് ഞാനും അനന്തും കൂടെ പുറത്തോട്ട് പോയി. ഞങ്ങൾ നേരെ താമരക്കുളമൊക്കെ ഒന്ന് പോയതാണ്. ഞങ്ങൾ പഠിച്ച സ്കൂളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാൻ പോയതാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും വിഷമിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു കലാലയ ജീവിതമാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ പഠിച്ചത് VHSS ചത്തിയറ സ്കൂളിലാണ്, നമ്മുടെ താമരക്കുളത്തുള്ള. അപ്പം ഞങ്ങളുടെ ഒരു പ്രേമം പൂവിട്ട് വിരിഞ്ഞതും തളർത്തതും കായ്ച്ചതും എല്ലാം ഇവിടെ തന്നെയാണ്. ഈ സ്കൂൾ വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടതൊക്കെ. അപ്പം ലവ് സ്റ്റോറി വല്ല അറിയേണ്ടവർ അതും കമൻറ്റ് ബില്ലോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ ഒക്കെ അതുവഴി പോയി. കാരണം കുറേ കാലമായി അവിടെയൊക്കെ പോയിട്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അതുവഴി പോയപ്പം പല ഓർമ്മകളും നമ്മുടെ മനസ്സിൽ അലതട്ടി വന്നു. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും നേരെ പിന്നെ നമ്മുടെ ഇരപ്പംപാറയിലോട്ട് പോയി. കുറച്ചായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. കാരണം നമ്മുടെ ഈ നേരത്തെ കാണുന്ന പോലെയല്ലോ ഇപ്പം ഒരുപാട് കാലങ്ങൾ കഴിയുമ്പം ഓരോ സ്ഥലത്തും ഓരോ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അങ്ങനെ വന്നൊരു സംഭവമാണിത് ഇരപ്പംപാറയിൽ. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി. വെള്ളച്ചാട്ടമാണ് കേട്ടോ അവിടെ. അങ്ങനെ അവിടെയും ഞങ്ങളൊന്ന് കയറി നോക്കി. അകത്തോട്ട് കയറിയില്ല, പുറത്തോട്ട് കാഴ്ചകളും വ്യൂകളും ഒക്കെ ഒന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് അവിടെ സെറ്റാക്കിയേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നല്ലൊരു വൈകുന്നേരം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങിയത്. മഴയും കാര്യങ്ങളും ഒന്നുമില്ല, അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ടാണ് ചുമ്മാ ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നുള്ളൊരു നിഗമനത്തിലെത്തി. ഇനി അടുത്തത് മഴ വരും അല്ലെങ്കിൽ ഡെലു കരയും. അങ്ങനെ അതൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിച്ചു. അങ്ങനെ പഠനവട്ടം വഴി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.